നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ ഈ കേരളത്തിലെ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൽ വിധവകൾ, വികലാംഗർ, വാർദ്ധക്യത്തിലുള്ളവർ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു പദ്ധതിയാണ് ഈ പെൻഷൻ. ഈ പെൻഷൻ സ്വാഭാവികമായിട്ടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് അവർ പറഞ്ഞത് 1600 രൂപയിൽ നിന്നും അതൊരു 2500 രൂപയാക്കി ഉയർത്തുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. അത് 2000 രൂപയാക്കി അവർ ഉയർത്തിയിട്ടുണ്ട്. അതും അവരുടെ സർക്കാർ ഇറങ്ങുന്നതിന് 2-3 മാസം മുമ്പാണ് അവരത് ഉയർത്തിയിരിക്കുന്നത്. കാര്യം അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പണി ചെയ്തേക്കുന്നത്. നമ്മളെ മലയാളികൾക്കും അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ, ഈ പെൻഷൻ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വഴി വരുന്നവരുണ്ട്, സഹകരണ സംഘങ്ങൾ വഴി കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ സഹകരണ സംഘങ്ങൾ കൂടുതലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ. ഞങ്ങളുടെ നാട്ടിലും ഇടതുപക്ഷം തന്നെ ഭരിക്കുന്നത്. അപ്പോൾ DYFIയുടെ ചില കുളാണ്ടർമാരാണ് ഈ പൈസ കൊണ്ടെത്തിക്കുന്നത്. ഈ ബാങ്ക് അക്കൗണ്ട് വഴി വരുന്നവർക്കാണെങ്കിൽ ലാഭമാണ്. കാര്യം ഈ പൈസ ഇതാവുന്ന സമയത്ത് തന്നെ അവരുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. ഇനി ഇത് സഹകരണ സംഘങ്ങൾ വഴി വരുമ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഈ പെൻഷൻ എത്തിച്ച് കൊടുക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 50 മുതൽ 60 രൂപ, 30 മുതൽ 40, ആ ഒരു കണക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഒരാൾക്ക് പെൻഷൻ എത്തിച്ച് കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു നാറിയുണ്ട്, DYFIക്കാരൻ. ആ മെമ്പറും കൂടിയാണ്. അവനെ ഈ പറയുന്ന പോലെ മെമ്പറിൻ്റെ ഓണററിയും കിട്ടും. പിന്നെ ഈ സഹകരണ സംഘത്തിൽ അവന് ജോലിയുണ്ട്, അതിൻ്റെ പൈസ കിട്ടും. എന്നാൽ പോലും ഇവൻ ഈ പെൻഷൻ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ അമ്മമാരുടെ കയ്യിൽ നിന്ന് ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി 50, 100, 150, 200 ഒക്കെ ഈ നാറി മേടിക്കും. ഇവനിത് എങ്ങനെ ദഹിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനെന്ത് നാണമുണ്ട് ഇവനെ പോലെയുള്ള വായുനോക്കികളൊക്കെ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിട്ട് ഇറങ്ങുക. അവന് വേറെ പണിയില്ല. ഇവൻ ജോലിക്ക് പോലും പോയിട്ടില്ല. ഇവനെ ഈ DYFIക്കാരനാണ്. ഇപ്പോൾ CPMൻ്റെ മെമ്പർ, ഞങ്ങളുടെ പഞ്ചായത്തിലൊരു വാർഡ് മെമ്പറാണ് ഈ വായി നോക്കി. അപ്പോൾ അവനെ സംബന്ധിച്ച് അവനിങ്ങനെ കൈ നീട്ടി ഇത് മേടിക്കും. അല്ല, ഇവനൊക്കെ ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവന് ജീവിക്കാനുള്ള മാർഗ്ഗം സഹകരണ സംഘത്തിൽ തന്നെ ഒരുപാട് പൈസ തട്ടിച്ചു എല്ലാ ശമ്പള ഇനത്തിലൊക്കെ അവന് കിട്ടുന്നുണ്ട്. പിന്നെ വാർഡ് മെമ്പറിൻ്റെ ഓണററിയും കിട്ടുന്നുണ്ട്. പോരാത്തതിന് DYFIയുടെ ചുമതലക്കാരനും കൂടിയാണ്. ബക്കറ്റ് പിരിച്ച് കിട്ടുന്ന പൈസ വേറെ. CPMൻ്റെ DYFIയുടെ ഒക്കെ പരിപാടികൾ വരുമ്പോൾ ഒരുപാട് പൈസ തട്ടിപ്പൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നാട്ടിൽ നടക്കുന്നത്. ഇത് പോരാ, ഇതൊന്നും തികയായിട്ടാണ് പിന്നെയും വന്നിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരും ഇപ്പോൾ 2 മാസത്തെ 3 മാസത്തേക്ക് പെൻഷൻ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 2000 രൂപ വെച്ചാണെങ്കിൽ ചിലപ്പോൾ 4000 രൂപ ഒക്കെ 2 മാസം കിട്ടുമ്പോൾ മേടിക്കുന്നത് 200 രൂപയൊക്കെ ഒരു അമ്മമാരെ. അവർക്ക് അറിയത്തില്ല, പാവങ്ങൾ കൊടുക്കും. അവർ വിചാരിക്കും ഇത് കൊണ്ടുവരുന്നത് എന്തായാലും ചെറുക്കം കൊണ്ടുവരുമല്ലേ, അല്ലെങ്കിൽ ഇവൻ എന്താ മേടിക്കേണ്ടത്, ഈ പൈസ മേടിച്ചിട്ട് ഇവൻ അന്തസ്സായിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കണം. ചിലർ സ്നേഹം കൊണ്ട് കൊടുക്കും, സ്നേഹം കൊണ്ട് വീട്ടിലെത്തിക്കുമല്ലേ, അന്നേരം അത് കൊടുക്കും. അവനത് കിട്ടുന്നുണ്ട്. അതിനൊരു 50, 30, 60 രൂപയൊക്കെ അവന് കിട്ടുന്നുണ്ട്. 10 രൂപ കിട്ടിയാൽ അവനത് ലാഭമല്ലേ. അവൻ ഈ പറയുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാൻ നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പരമചറ്റ. അവൻ ലോക ചെറ്റയാണ് അവൻ. അവൻ ഈ കൈ നീട്ടി ഈ പെൻഷൻ പൈസ മേടിക്കും. നിങ്ങൾ പരമാവധി മനസ്സിലാക്കേണ്ടത് പൈസ കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുക്കരുത്. കാര്യം അത് കൊടുക്കാൻ വേണ്ടി സർക്കാർ അവനെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ഈ അമ്മമാരെയൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുള്ള പൈസയാണ്, നിങ്ങളുടെ അവകാശപ്പെട്ട പൈസയത്. അല്ല ഇവൻ്റെ ഒന്നും വീട്ടിൽ നിന്നൊന്നും അല്ല ഈ പൈസ എടുത്തുകൊണ്ട് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ. അന്നേരം നിങ്ങൾക്ക് വരുന്ന പൈസ 1 രൂപ പോലും നിങ്ങൾക്ക് ഇവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവനൊക്കെ എന്നാൽ കൈ നീട്ടി മേടിക്കാൻ വേണ്ടി നിൽക്കുമോ. നിങ്ങൾ 500 കൊടുത്താൽ ഈ വായി നോക്കിയാൽ അത് മേടിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൈസ കൊടുക്കരുത്. ഇങ്ങനെയുള്ള പൈസകൾ അവനൊന്നും അർഹതപ്പെട്ടതല്ല. നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ആകെപ്പാടെ കിട്ടുന്ന മാസത്തിൽ കിട്ടുന്ന ഒരു 2000 രൂപ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുത്തെ വിലയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ആവാനാണ്. ഒരു ചായക്ക് പോലും ഉള്ള വില അറിയാമല്ലോ, നിങ്ങൾക്ക് എന്തോ ആവാനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നാളുകൾ കൊടുക്കരുത് കേട്ടോ. ഞാനതേ പറയത്തുള്ളൂ. ഇന്ന് ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കണം. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ പെൻഷൻ കൊണ്ടുവരുന്ന ഈ ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് അവന്മാർ പെൻഷൻ തരാതിരിക്കത്തൊന്നുമില്ല. അങ്ങനെ ഒരു പേടിയേ വേണ്ട കേട്ടോ. എന്തായാലും ഈ ഗവൺമെൻറ്, ഇപ്പോൾ ഈ നാറിയ ഗവൺമെൻറ് ഉടനെ താഴെ വീഴുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.